സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. നൂതനാശയങ്ങൾ ഉൾപ്പെടുത്തി കേരള അത്ലറ്റിക്സിനെ കൂടുതൽ മികവുറ്റതാക്കാൻ അസോസിയേഷൻ യോഗത്തിൽ തീരുമാനം. മികച്ച സംസ്ഥാനമായി തിരിച്ചുവരാൻ ഉതകുന്ന രീതിയിലേക്ക് കേരള അത്ലറ്റിക്സിനെ കൊണ്ടുവരാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. കേരളത്തിൽ നിന്ന് ഒളിമ്പിക് മെഡൽ നേടുന്നതിന് ഉതകുന്ന പരിശീലനത്തിനും അനുബന്ധ സൗകര്യങ്ങൾക്കും വേണ്ട സഹായം കേരള ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാക്കണമെന്ന ആവശ്യം ഉൾപ്പെടുത്തി യോഗം പ്രമേയം പാസാക്കി. ചൈനയിലെ ഹാൻസോവിൽ നടന്ന 2023 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയവരെയും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മലയാളി താരങ്ങളെയും യോഗം അഭിനന്ദിച്ചു. കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷന്റെ 2024-28 കാലഘട്ടത്തിലേക്കുള്ള പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ചേർന്ന കേരള അത്ലറ്റിക് ഫെഡറേഷന്റെ ജനറൽ ബോഡിയിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നൂതനമായ വിവിധ പദ്ധതികളുമായി കേരള അത്ലറ്റിക് ഫെഡറേഷൻ അടുത്ത കാല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ വരുന്ന നവംബറിൽ നാഷണൽ ജൂനിയർ മീറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് പ്രസിഡന്റും മേഴ്സിക്കുട്ടൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാണ്. സി ഹരിദാസ്, കെ പ്രതാപൻ, ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ, പ്രീതിമോൾ TR എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. കെ ചന്ദ്രശേഖരൻ പിള്ള ജനറൽ സെക്രട്ടറിയും കെ രാമചന്ദ്രൻ ട്രഷററുമാണ്. ഡോക്ടർ തങ്കച്ചൻ മാത്യു, ഡോക്ടർ ഹരിദയാൽ KS, ലൂക്ക ഫ്രാൻസിസ്, നൈസി ജോസഫ്, കേരള സ്പോർട്സ് കൗൺസിൽ റെപ്രസെന്റേറ്റീവ് പ്രൊഫസർ ബാബു സിയായി, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ റെപ്രസെന്റേറ്റീവ് ഡോക്ടർ VP സാക്കിർ ഹുസൈൻ, കേരള ഒളിമ്പിക് അസോസിയേഷൻ റെപ്രസെന്റേറ്റീവ് കെ ചന്ദ്രശേഖരൻ പിള്ള, ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. എയർ 1 ന്യൂസ്, തേഞ്ഞിപ്പലം. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.